ഒരിക്കൽ നട്ടുച്ച നേരത്ത് ആ പാലയ്ക്ക് ചോട്ടിൽ ചെന്നിരുന്നിരുന്ന ഞാൻ നല്ലൊരു കാഴ്ച കണ്ടു. ഭയപ്പെടുത്തുന്നതെങ്കിലും നല്ലൊരു കാഴ്ച. ഒരു പാമ്പ് ആ പാലയ്ക്ക് മുകളിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് കയറുന്നു. ഭയത്തോടെ തിരിച്ചോടി വന്ന ഞാൻ നാലുകെട്ടിൻ്റെ മുകളിലത്തെ എൻ്റെ കിടപ്പുമുറിയുടെ ജനാല തുറന്നിട്ടിട്ട് ആ പാമ്പ് എവിടം വരെ കയറുന്നുണ്ട് എന്ന് നോക്കിയിരുന്നു. നോട്ടത്തിൽ ഉറങ്ങിപ്പോയി. മഹാഭാരതത്തിലൊരു കഥയുണ്ട്. വേട്ടയ്ക്ക് കാട്ടിൽ പോയ രാജാവ് ഒറ്റപ്പെട്ടു. അദ്ദേഹം ചെന്നെത്തണത് ഒരു ആശ്രമമുറ്റത്താണ്. അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ധ്യാനത്തിലിരുന്നിരുന്ന മഹർഷിയെ അദ്ദേഹം കാണുന്നു. തുടർന്ന് തൻ്റെ തിരിച്ചുപോക്കിനുള്ള വഴി ഏതാണെന്ന് മഹർഷിയോട് പലതവണ ചോദിച്ചിട്ടും ധ്യാനത്തിലിരുന്ന മഹർഷി മറുപടി പറയേണ്ടായില്ല. കോപിഷ്ഠനായ രാജാവ് അവിടെ അടുത്ത് ചത്തു കിടന്നിരുന്ന ഒരു പാമ്പിനെ എടുത്തിട്ട് ഈ മഹർഷിയുടെ കഴുത്തിൽ മാല പോലെ തൂക്കിയിട്ടു. എന്നിട്ട് തിരിച്ചു പോന്നു. അദ്ദേഹം എങ്ങനെയൊക്കെയോ നാടുപറ്റി. കുറേ കഴിഞ്ഞിട്ട് മഹർഷിയുടെ മകൻ വന്ന് നോക്കുമ്പോൾ കഴുത്തിലിങ്ങനെ ചത്ത പാമ്പിനെയും ഇട്ടിട്ടിരിക്കണ അച്ഛനെ കണ്ടു. മഹർഷിയുടെ മകന് അതീന്ദ്രിയ ജ്ഞാനത്താൽ വിവരമൊക്കെ മനസ്സിലായി. ഈ നികൃഷ്ട കൃത്യം ചെയ്ത രാജാവ് സർപ്പദംശനത്താൽ മരണമടയട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു. പിന്നീട് ധ്യാനത്തിൽ നിന്നുണർന്ന മഹർഷി മകനെ ശകാരിക്കണു. എന്തുകൊണ്ട് മുൻപിൻ നോട്ടമില്ലാണ്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ശാപം കൊടുക്കാൻ നിനക്ക് സാധിച്ചു? നീയൊരു മുനികുമാരനല്ലേ, സംയമനം പാലിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ കൊടുത്ത ശാപം തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. തുടർന്ന് രാജാവിനെ ഈ വിവരം അറിയിക്കണം എന്ന് പിതാവായ മഹർഷി മകനെ ചുമതലപ്പെടുത്തുന്നു. മകൻ രാജാവിനെ നേരിട്ട് ചെന്ന് ഈ വിവരം അറിയിക്കുന്നു. പരീക്ഷിത്താണ് ഈ രാജാവ്. എൻ്റെ ഓർമ്മ ശരിയാണോ എന്ന് എനിക്ക് നിശ്ചയില്ല. 11ാം നാൾ എന്നോ മറ്റോ ആണ് ശാപം. കൃത്യമല്ല, സൂക്ഷ്മല്ല അറിവ്. തുടർന്ന് രാജാവിനെ ഏതു വിധേനയും ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ രാജാവിൻ്റെ മന്ത്രിസഭയും ഗുരുക്കന്മാരും ഒക്കെ തീരുമാനമെടുക്കുന്നു. ജലാശയത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ സ്തംഭത്തിനുമേൽ രാജാവിനെ പാർപ്പിക്കുന്നു. അതിശക്തമായ കാവൽ ഏർപ്പെടുത്തുന്നു. പക്ഷേ ഈ കാവലിനെ എല്ലാം ഭേദിച്ച് ഒരു ഫലത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പുഴുവായി ചെന്ന് തക്ഷകൻ എന്ന അതിശക്തനായ നാഗം പരീക്ഷിത്തിനെ ദംശിക്കുന്നു. ശാപം ഫലവത്താകുന്നു എന്നാണ് കഥ. തുടർന്ന് പരീക്ഷിത്തിൻ്റെ മകനായ ജനമേജയൻ നാഗങ്ങളോടുള്ള പ്രതികാരം തീർക്കാനായിട്ട് സർപ്പസത്രം എന്ന യാഗം ചെയ്യാണ്. സർപ്പസത്രം എന്ന യാഗത്തിൻ്റെ അവസാന സമയത്ത് ത്രിഭുവനങ്ങളുടെ എല്ലാ ഭാഗങ്ങളിലുമുള്ള സർവത്ര നാഗങ്ങളും വലിയ യാഗകുണ്ഠത്തിലേക്ക് പറന്നു വന്ന് വീണ് ആത്മാഹുതി ചെയ്യാണ്.
അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ തക്ഷകനെ പോലെയുള്ള ശക്തന്മാരായിട്ടുള്ള വരനാഗങ്ങൾ, തക്ഷകൻ, വാസുകി, അനന്തൻ തുടങ്ങിയവരെല്ലാം ത്രിമൂർത്തികളിൽ അഭയം പ്രാപിക്കുന്നു. ഒടുക്കം ത്രിമൂർത്തികൾ തന്നെ നേരിട്ടിടപെട്ട് ജനമേജയന്റെ സർപ്പസത്രം അവസാനിപ്പിക്കുന്നു എന്നാണ് കഥ. ഈ കഥ ഞാൻ കേൾക്കണത് 4ാം ക്ലാസ്സിൽ എന്നെ മലയാളം പഠിപ്പിച്ച ചാമി മാഷ് ഞങ്ങൾക്ക് മഹാഭാരത കഥ പറഞ്ഞു തരുന്ന സമയത്താണ്. ആ സമയം വരെ ഞാൻ പാമ്പ് എന്ന് പറയുന്ന ഒരു ജീവിയെ കണ്ടിട്ടില്ല. പാമ്പിനെ കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് പാമ്പിനെ കണ്ടിട്ടില്ല. അതിൻ്റെ രൂപം ചിത്രങ്ങളിൽ കൂടി, ഞാനൊക്കെ പഠിക്കണ സമയത്തിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പൂമ്പാറ്റ, അമർ ചിത്രകഥയൊക്കെയാണ് പ്രബലമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ചിത്രകഥകളിൽ കൂടി പാമ്പിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നേരിട്ട് ഒരു പാമ്പിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ കഥ കേട്ടുകൊണ്ടിരിക്കെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ 9 വയസ്സുള്ള കുട്ടിയുടെ മനസ്സിൽ തോന്നിയ സംശയം, പാമ്പ് ഇതിൽ എന്തു കുറ്റം ചെയ്തു? സ്വയമേ വന്ന് അഗ്നിയിൽ പതിക്കത്തക്കവണ്ണം പാമ്പുകൾ എന്തു കുറ്റാണ് ചെയ്തത്? ആരുടെയായിരുന്നു അടിസ്ഥാനപരമായിട്ടുള്ള അപരാധം? അതാ രാജാവിൻ്റേതല്ലേ? അല്ലെങ്കിൽ മുൻപിന്നോട്ടമില്ലാണ്ട് ഇത്രയ്ക്ക് വലിയൊരു ശാപം കൊടുത്ത ആ മുനികുമാരൻ്റേതല്ലേ? ഇതൊന്നുമല്ലാതെ നിയോഗം നിവർത്തിക്കേണ്ടി വന്ന പാമ്പിന് ഇതിലെന്തായിരുന്നു അപരാധം എന്നന്ന് തോന്നുന്നുണ്ടായി. അന്ന് മാഷോടത് ചോദിക്കുകയും ചെയ്തു. മാഷ് ചെറിയ കുട്ടിയുടെ വലിയ സംശയത്തിന് മറുപടി കൊടുത്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മോളെ, നമ്മൾ പലപ്പോഴും അനുഭവിക്കണ ശാപങ്ങൾ അല്ലെങ്കിൽ വിധി എന്ന് പറയണത് നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് നമുക്ക് തോന്നും. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അതിനാണ് ആൾക്കാർ മുജ്ജന്മത്തിലെ പാപം എന്നൊക്കെ പറയണത്. കുട്ടിപ്പം അത്ര വിചാരിച്ചാൽ മതി കേട്ടോ എന്ന് പറയുണ്ടായി. തുടർന്ന് അച്ഛൻ്റെ വീട്ടിലായിരിക്കണ സമയത്ത്, എൻ്റെ അച്ഛൻ്റെ വീട് കാടാമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. കാടാമ്പുഴയിൽ അച്ഛൻ്റെ വലിയ തറവാട്ടിൽ ഒരു സർപ്പക്കാവുണ്ട്. ഒരിക്കൽ രാത്രി നേരത്ത് അച്ഛമ്മ വന്നിട്ട് എൻ്റെ അച്ഛനോട് പറയണ കേട്ടേ, അതേ അപ്പോ കളമ്പാട്ട് നടത്താറായിണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. വന്നിരുന്നു നാഗത്താനേ, നമ്മുടെ വടുക്കോർത്ത വാതിലിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. തൽക്കാലം ഞാൻ ഇത്തിരി പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ വലിയ തൊഴുത്തും അതിൽ പൈക്കളും പോത്തുകളും കാളയും, ആ തൊഴുത്തിലൊരു വലിയ മരം കൊണ്ടുണ്ടാക്കിയൊരു വലിയ കാളത്തല ഞാൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. തൃപ്രങ്ങോട് അമ്പലത്തിൽ കാള കെട്ടിയിരുന്ന സമയത്ത്, കാളകെട്ട് വേലയ്ക്ക് ഒരു കാള പുറപ്പെട്ടിരുന്നത് എൻ്റെ അച്ഛൻ്റെ തറവാട്ടുമുറ്റത്തു നിന്നാണ്. അങ്ങനെ മൃഗങ്ങൾ നിറയെ ഉള്ള ഒരു വീടായിരുന്നു. വളർത്തു നായ്ക്കൾ, പൂച്ചകൾ, കോഴികൾ ഒക്കെയുള്ള ഒരു വീടായിരുന്നു അച്ഛൻ്റെ ആ നാലുകെട്ട്. അപ്പം ഇങ്ങനെ ഒരു ദിവസം രാത്രി അച്ഛനോട് അച്ഛമ്മ വന്ന് പറയുകയും നമുക്ക് അതിനുള്ള ഏർപ്പാടൊക്കെ ആക്കാം എന്ന് പറയുകയും ചെയ്തത് ഞാൻ കേൾക്കണ്ടായി. ഞാൻ ചെറിയ കുട്ടിയാണ്. എന്താ ഈ കളമ്പാട്ട് എന്നുള്ളതൊന്നും യാതൊരു നിശ്ചയമില്ല. പിന്നെ കുറേ ദിവസം കളമ്പാട്ടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. പലതരം നിറത്തിലുള്ള പൊടികൾ വീട്ടിൽ തന്നെയാണ് ശുദ്ധമായിട്ട് സ്ത്രീകൾ ഒരൽപ്പരയിൽ ഇടിച്ച് പൊടിച്ച് ഉണ്ടാക്കി. കളം വരയ്ക്കാനുള്ള ആൾക്കാർ 2 ദിവസം മുമ്പ് തന്നെ വലിയ പന്തലൊക്കെ ഇട്ടോടത്തിയിൽ വന്ന് നിൽക്കും. വേറെ ഏതോ ദേശത്തു നിന്നാണ് അവരെ കൊണ്ടുവരുന്നത്. പുള്ളുവന്മാരും പുള്ളുവത്തികളും ഹാജരാവും.
പുള്ളുവ കുടങ്ങളും പുള്ളുവ വീണകളും മുഴങ്ങിക്കേൾക്കും. പുള്ളുവ വീണയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പടമുയർത്തി നിൽക്കുന്ന ഒരു സർപ്പത്തിന്റെ രൂപത്തിലാണ് പുള്ളുവ വീണ. അതിൻ്റെ ശബ്ദം പാമ്പിൻ്റെ ശബ്ദമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ കളമെഴുത്തുപാട്ടിൻ്റെ തലേ ദിവസം രാത്രി വലിയ നാഗക്കളങ്ങളെല്ലാം റെഡിയായി. ദേശത്തുള്ള ഒട്ടുമിക്കവാറും ആൾക്കാർ കാണാൻ വേണ്ടി വന്നു. രാത്രിയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉണ്ടാവുക. വലിയ നാഗത്താന്മാരുടെ കളങ്ങൾ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. കുറേ പൂജാരികളുണ്ട്. കുറേ സുന്ദരികളായ പെൺകുട്ടികൾ കയ്യിൽ കൗങ്ങൻ പൂക്കുലയും വെച്ച് അവരുടെ വിടർന്ന മുടി അഴിച്ചിട്ട് ധ്യാനത്തിൽ എന്ന പോലെ ചമ്രം പടിഞ്ഞ് ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ രാത്രിയുടെ നിശബ്ദയാമത്തിൽ പുള്ളുവക്കുടങ്ങളും പുള്ളുവ വീണകളും പരസ്പരം മത്സരിക്കും പോലെ പാട്ടുകൾ ആരംഭിക്കും. കുഞ്ഞേ കുട്ടിയായ ഞാൻ കണ്ണും തുറന്നു പിടിച്ച് കഴിയുന്നത്ര നേരം അത് നോക്കിയിരുന്നു. അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൗങ്ങിൻ പൂക്കുല കയ്യിൽ പിടിച്ച് ഇരുന്ന് തുള്ളുന്ന പെൺകുട്ടികൾ സർപ്പങ്ങളെ പോലെ ആ കളങ്ങളിൽ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കണ്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ എങ്ങനെയോ ഉറക്കത്തിലേക്ക് വഴുതി വീണുപോയി. അച്ഛൻ്റെ മടിയിലിരുന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണ ഞാൻ പിറ്റേന്ന് കാലത്ത് കിടക്കയിൽ കണ്ണു തുറക്കുമ്പോൾ വിചാരിച്ചത് ഇന്നലെ കണ്ടതൊക്കെ ഒരു സ്വപ്നമായിരുന്നു എന്നാണ്. ഓടിയിറങ്ങി ഉമ്മറമുറ്റത്ത് വന്ന് നോക്കുമ്പോൾ ഒഴിഞ്ഞ പന്തൽ, നിറം മാത്രം തൂകിക്കിടക്കുന്ന ചാണകം തേച്ച മുറ്റം, ആളൊഴിഞ്ഞ ഇടം. എൻ്റെ സർപ്പസ്മരണകൾ അവിടെയാണ് തുടങ്ങണത്. എന്തിന് സർപ്പത്തിനെ പ്രീതിപ്പെടുത്തുന്നു, എന്തിനാ നമ്മളിങ്ങനെ കളമ്പാട്ട് നടത്തിയത് എന്നുള്ള സംശയങ്ങൾ മനസ്സിൽ വെച്ച് കുറേയൊക്കെ അച്ഛനോട് ചോദിച്ച് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന മറുപടി എന്ന് പറയണത് അവരാണ് നമ്മളുടെ വളർത്തുമൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത്. അവർ വരം കിട്ടിയിട്ടുള്ളവരാണ്. അച്ചമ്മ കണ്ടു എന്ന് പറയണ നാഗത്താനെ ഒരു കൈപ്പത്തിയുടെ വലിപ്പേ ഉള്ളൂ. അതിനെയാണ് സർപ്പം എന്ന് പറയുക, വെറും പാമ്പല്ല. സ്വന്തം ജീവിതത്തിനെ ധ്യാനിച്ച് ധ്യാനിച്ച് ചെറിയ രൂപത്തിൽ ശരീരമാക്കിക്കൊണ്ട് അനേക നൂറ്റാണ്ട് ജീവിക്കാൻ കഴിയുന്നവനാണത്രേ സർപ്പം. മന്ദഗതിയിലെ അവർ യാത്ര ചെയ്യുള്ളൂ. അവർക്ക് സ്വന്തമായ ഒരിടം ഓരോ ഭൂമിയിലും ഉണ്ട്. അതിലേക്ക് നമ്മൾ കയറി അതിക്രമിക്കാതിരുന്നാൽ മതി. എപ്പോഴാണോ അവരെ ഉപദ്രവിക്കണ അപ്പോഴേ അവർ തിരിച്ച് പ്രതികരിക്കുള്ളൂ. പാമ്പിൻ്റെ കടിയേറ്റാൽ വലിയ ബുദ്ധിമുട്ടാണ് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ. ഇത്രയും കാര്യങ്ങൾ പാമ്പുകളെക്കുറിച്ച് ഞാൻ അച്ഛനിൽ നിന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അറിഞ്ഞു. ആദ്യമായിട്ട് ഞാനൊരു പാമ്പിനെ, ജീവനുള്ളൊരു പാമ്പിനെ കാണുന്നത് അതും അച്ഛൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അച്ഛൻ്റെ വീട്ടിൽ ഒരു വലിയ പാലയുണ്ടായിരുന്നു. ആ പാലയ്ക്ക് മുകളിൽ ഒരു ഗന്ധർവനുണ്ട് എന്നായിരുന്നു സങ്കല്പം. ഒരിക്കൽ നട്ടുച്ച നേരത്ത് ആ പാലയ്ക്ക് ചോട്ടിൽ ചെന്നിരുന്നിരുന്ന ഞാൻ നല്ലൊരു കാഴ്ച കണ്ടു. ഭയപ്പെടുത്തുന്നതെങ്കിലും നല്ലൊരു കാഴ്ച. ഒരു പാമ്പ് ആ പാലയ്ക്ക് മുകളിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് കയറുന്നു. ഭയത്തോടെ തിരിച്ചോടി വന്ന ഞാൻ നാലുകെട്ടിൻ്റെ മുകളിലത്തെ എൻ്റെ കിടപ്പുമുറിയുടെ ജനാല തുറന്നിട്ടിട്ട് ആ പാമ്പ് എവിടം വരെ കയറുന്നുണ്ട് എന്ന് നോക്കിയിരുന്നു. നോട്ടത്തിൽ ഉറങ്ങിപ്പോയി. ആ ഉച്ചയുറക്കം അവസാനിച്ചപ്പോഴും ഞാൻ വിചാരിച്ചു അത് ഞാൻ കണ്ട ഒരു സ്വപ്നമാണെന്ന്.
അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ കാലം പിന്നീട് പെരിന്തൽമണ്ണയ്ക്കടുത്ത് കൊളത്തൂര് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ അമ്മയുടെ തറവാട്ടിൽ ഞാൻ വന്ന് താമസിക്കുകയുണ്ടായി. അമ്മയും ഞങ്ങൾ 2 മക്കളും കൂടി. അക്കാലത്ത് അതും ഒരു പഴയ തറവാടാണ്. മോളിൽ 2 മുറികളുണ്ട്. അറ എന്നാണ് മുറികൾക്ക് പറയുക. ഒരറയിൽ എൻ്റെ ഒരു ചെറിയമ്മയാണ് കിടക്കുക രാത്രി. വസുമതി എന്നാണ് ആ ചെറിയമ്മയുടെ പേര്. ചെറിയമ്മ എന്നല്ല, ചേച്ചി എന്ന് വിളിക്കാനാണ് എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. വസുമതി ചേച്ചി കിടക്കണ അറയാണത്. ആ അറയിലേക്ക് ഞങ്ങൾ കുട്ടികളാരും പൊതുവേ ചെല്ലാറില്ല. വസുമതിക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില സമ്പ്രദായങ്ങളുണ്ട്. അതിൻ്റെ 2 ജനലുകളുണ്ട്. ആ 2 ജനലുകളും അടച്ച് കുറ്റിയിട്ടിട്ടേ വസുമതി ജോലിക്ക് പോവുള്ളൂ. അവർ ടീച്ചറാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് വാതിൽ ചാരിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വസുമതി പോകുമ്പോൾ ആ വാതിൽ പതുക്കെ തുറന്നിട്ട്, ചില കള്ളലക്ഷണങ്ങളുണ്ടല്ലോ, നമുക്ക് എപ്പോഴും നമ്മളോട് അരുതെന്ന് പറയണ കാര്യങ്ങളൊന്ന് കാണാനും അറിയാനുമുള്ള നമ്മളുടെ ഒരു തൃഷ്ണ, അത് പ്രകാരം ഞാൻ ആ റൂമിലൊക്കെ പരിശോധിക്കും. വസുമതിയുടെ ഭർത്താവ് മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നാട്ടിലില്ല. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇരുമ്പിൻ്റെ പെട്ടി, അങ്ങനെ അപൂർവം ചില സാധനങ്ങൾ, നവദമ്പതികളെ നിങ്ങൾക്ക് മംഗളാശംസ എന്നെഴുതിയിട്ടുള്ള ഒരു വലിയ ഫോട്ടോ, ഇതൊക്കെ ഉള്ളൂ ആ റൂമിൽ. അതൊക്കെ നോക്കും. ഇടയ്ക്കിടയ്ക്ക് അത് കയറി നോക്കും, താഴത്തേക്ക് ഇറങ്ങിപ്പോരും. വസുമതിക്ക് ഈ ലോകത്തിൽ ഏറ്റവും പേടിയുള്ള, അല്ലെങ്കിൽ പേടിയുള്ള ഒരേ ഒരു വസ്തു എന്ന് പറയുന്നത് പാമ്പാണ്. അത് വളരെ പ്രസിദ്ധമാണ്. ഞങ്ങളുടെ വീട്ടിലും വീട്ടുകാർക്കൊക്കെ അറിയാം. അമ്മയും ഞങ്ങൾ 2 മക്കളും താഴത്താണ് കിടന്നുറങ്ങണത്. മരത്തിൻ്റെ ഒരു കോണിയാണ് മുകളിലേക്കുള്ളതേ. ഒരു 10-12 പടി ഉണ്ടാവും. അതിൻ്റെ 5-ാമത്തെയും 7-ാമത്തെയും ഒക്കെ പടികൾ ഇളകിയതാണ്. ഒരു ദിവസം രാത്രി വലിയൊരു ശബ്ദം കേട്ടു. പഥോ എന്നൊരു ശബ്ദം കേട്ടു. അയ്യോ പാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു നിലവിളിയും കേട്ടു. ഞങ്ങൾ ഉണർന്നു ചെന്ന് ഓടിച്ചെന്ന് നോക്കണ സമയത്ത് ഈ കോണിയുടെ ഒത്ത മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് താഴത്തേക്ക് ഒരൊറ്റ ചാട്ടത്തിന് ഇറങ്ങി വന്ന് നിൽക്കുകയാണ് ചെറിയമ്മ വസുമതി. ഉറപ്പിച്ചു പറയണു, ഞാൻ കിടക്കണ മുറിയുടെ മുക്കിൽ ഒരു വലിയ പാമ്പിനെ കണ്ടു എന്ന്. എല്ലാവരും കൂടി കയറി ചെന്ന് അരിച്ചു പെറുക്കി നോക്കിയിട്ടും പാമ്പിനെ കണ്ടില്ല. അരിച്ചു പെറുക്കി നോട്ടത്തിലത്തെ പ്രധാനപ്പെട്ട ആൾ ഞാനായിരുന്നു. പാമ്പിനെ ലൈവായിട്ട് കാണാൻ പറ്റിയൊരു അവസരമല്ലേ. വസുമതി പേടിച്ചു വിറച്ച് പൂക്കില പോലെ നിൽക്കുകയാണ്. പിന്നീട് അവർ ആ മുറി ഉപയോഗിച്ചേ ഇല്ല. പിന്നെ ആ മുറി ഉപയോഗിച്ചത് ഞങ്ങൾ അമ്മയും മക്കളുമാണ്. വസുമതി താഴെ കിടപ്പായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് ചന്ദ്രേട്ടൻ ലീവിൽ വരികയും അവർ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയും ചെയ്തു. ചന്ദ്രേട്ടൻ്റെ തറവാട്ട് വീട്ടിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു. ഇങ്ങനൊരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയ്ക്ക് ഭീകരനാണോ? വസുമതിയെ പോലെ ധൈര്യവതിയായിട്ടുള്ള ഒരാളെ പേടിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പ് എത്ര കേമനായിരിക്കും അല്ലേ എന്ന് വിചാരിക്കുകയുണ്ടായി. കഷ്ടി 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അമ്മയും അച്ഛനും എൻ്റെ താഴെയുള്ള കുട്ടീനെയും കൂട്ടിയിട്ട് ഒറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് വാങ്ങി അങ്ങോട്ട് താമസം മാറ്റി. വളരെ ലളിതമായൊരു കാര്യം എന്നോട് അവതരിപ്പിക്കും പോലെയാണ്. ഒരു ദിവസം രാത്രി കടന്നുറങ്ങാൻ പോകുമ്പോൾ കേവലം 10 വയസ്സ് മാത്രമല്ല എന്നോട് എൻ്റെ അമ്മ പറഞ്ഞത്, ഞങ്ങളെ ഒറ്റപ്പാലത്തേക്ക് പോവുകയാണ്, അന്നെ തൽക്കാലം കൊണ്ടുപോകണില്ല, ഇവിടെ നിന്നോ. അതെന്താ എന്നെ കൊണ്ടുപോയാൽ? ഇപ്പം കൊണ്ടുപോകാൻ പറ്റില്ല, അത്ര അറിഞ്ഞാൽ മതി.
തൽക്കാലം ഇപ്പം ഇവിടെ അമ്മമ്മയുടെയും മുത്തശ്ശൻ്റെയും കൂടെ നിന്നോളൂ, അടുത്ത കൊല്ലം കൊണ്ടുപോവാം. എനിക്കതൊരു വല്ലാത്ത ഷോക്കായിരുന്നു. സത്യം പറഞ്ഞാൽ 10 വയസ്സിൽ കിട്ടിയ ആ ഷോക്ക് ഇപ്പോഴും ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. എന്തുകൊണ്ട് ഞാനൊരാളെ മാത്രം അവിടെ ഇട്ടിട്ട് പോവാൻ അവർക്ക് തോന്നി? ഇപ്പോഴും എനിക്ക് ആലോചിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണത്. ഒരു ദിവസം സ്കൂൾ വിട്ട് ഞാൻ വരുമ്പോൾ കാണുന്നത് വലിയൊരു ലോറിയിൽ അമ്മ വളർത്തണ പശു, അതിൻ്റെ കിടാവ്, കോഴികൾ, അമ്മയുടെയും അനിയൻ്റെയും കുറേ സാധനങ്ങൾ, ഇതെല്ലാം കയറ്റി വെച്ച് അവർ പോവാൻ റെഡിയായിട്ട് നിൽക്കണതാണ്. അപ്പം ഞാൻ വിചാരിക്കേണ്ടായി, ആ പയ്യൻ്റെയും കോഴികളുടെയും വില പോലും ഇല്ലാത്തൊരു ജീവിതമായി പോയില്ലോ എൻ്റെതെന്ന്. ഒന്നും മിണ്ടാണ്ട് മോളിൽ ഞങ്ങൾ കിടന്നുറങ്ങിയിരുന്ന ആ അറയിലേക്ക് ഞാൻ പോവുകയും ഒരുപാട് തവണ അവർ വിളിച്ചിട്ടും താഴത്തേക്ക് ഇറങ്ങി വരാതിരിക്കുകയും ചെയ്തു. അന്നേ ദിവസം പിന്നെ ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നേയില്ല. ആ ദിവസമാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഉറങ്ങാൻ പറ്റാതെ ഞാൻ കഴിച്ചു കൂട്ടിയ രാത്രി. രാത്രി വളരെ വർദ്ധിച്ചിട്ടും തൊഴുത്തിൽ നിന്ന് പോത്തുകൾ കൊമ്പിട്ട് ഉരസുന്ന ശബ്ദവും ഒരു കാലങ്കോഴിയുടെ കരച്ചിലും കേട്ട് വടക്കോട്ടുള്ള ജനൽവാതിൽ തുറന്ന് കുറേ നേരം ഞാനിങ്ങനെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. സത്യം പറയാലോ, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആ പാമ്പെങ്കിലും കൂട്ടായി വന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച ദിവസമാണത്. എപ്പോഴും ഉറങ്ങിയിട്ടുണ്ടാവണം. ഒരു വലിയ ഉറക്കത്തിൽ ഇളകുന്ന പടികളുള്ള ആ കോണിയിൽ കൂടി ഒരു പാമ്പ് കയറി വരികയും എൻ്റെ നെഞ്ചത്ത് അതിൻ്റെ വലിയ പടം അമർത്തി വെച്ച് കിടക്കുകയും വഴുവഴുത്ത അതിൻ്റെ നാക്കുകൊണ്ട് എൻ്റെ മുഖാകെ നക്കിത്തോർത്തുകയും ചെയ്തത് വളരെ വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കി. ഞെട്ടി ഉണർന്ന് അയ്യോ എന്നൊരു നിലവിളിക്ക് എനിക്ക് അവസരം തരാതെ ആ പാമ്പ് ഇളകിയ കോണിപ്പടികളെ ചവിട്ടാതെ താഴത്തേക്ക് പോയത് അതിൻ്റെ അനേകം ബീജങ്ങൾ എൻ്റെ മനസ്സിലേക്ക് അവശേഷിപ്പിച്ചുകൊണ്ടാണ്. എൻ്റെ സർപ്പസ്മരണകളുടെ ഏറ്റവും ഭീകരമായ 1-ാം അധ്യായമായിരുന്നു അത്.